ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മെൻഡെക്സ് യൂട്യൂബ് ചാനൽ. ഒരു കുട്ടിയുടെ ലൈഫ് എടുത്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സിനാരിയോ എടുത്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് നോളജ് ഗെയിൻ ചെയ്യാനായിട്ട്, അറിവ് സമ്പാദിക്കാനായിട്ട് പല സോഴ്സുകളുണ്ട്. പക്ഷെ പാരൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് അവരുടെ ടീച്ചേഴ്സ് ആണ്. അപ്പോൾ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഈ സബ്ജക്ട്സുകൾ മാത്രമല്ല, ഈ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇങ്ങനത്തെ സബ്ജക്ട്സ് മാത്രമല്ല, വേറെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഈ മോറൽ സയൻസ് പോലെയുള്ള സബ്ജക്ട്സിലൊക്കെ ടീച്ചേഴ്സ്, ആ ഒരു സബ്ജക്ട്സിലൂടെയൊക്കെ ടീച്ചേഴ്സിന് ലൈഫ് കുട്ടികളെ ഒത്തിരി പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ ടീച്ചർമാർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഓഫ് നോളജ് ആണ് ലൈഫ് സ്കിൽസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്ന ആ രണ്ട് ടെർമിനോളജീസ് നമ്മൾ ഡെയിലി കേൾക്കുന്നവരായിരിക്കും. ഒരു എംപ്ലോയി, ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ എന്തായാലും ഈ വേർഡ്സ് കേട്ടിട്ടുണ്ടാവും. പക്ഷെ എപ്പോഴും ഈ രണ്ട് വേർഡ്സ് തമ്മിൽ, ഈ ടെർമിനോളജീസ് തമ്മിൽ എന്താ ഡിഫറൻസ് എന്നുള്ളതിലൊരു ക്ലാരിറ്റി കുറവ് മിക്കവർക്കും കാണാറുണ്ട്. അപ്പൊ ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്കിൽസ് ആണ്. ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഇന്ററാക്ഷൻസ് ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട സ്കിൽ സെറ്റുകളാണ് ലൈഫ് സ്കിൽ ട്രെയിനിങ്ങിൽ വരുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ലൈഫ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരുപാട് സെറ്റ് ഓഫ് ലൈഫ് സ്കിൽസ് അവിടെ, സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതില് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന ഒക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു 10 സെറ്റ് ഓഫ് ലൈഫ് സ്കിൽസ് ഉണ്ട്. അപ്പൊ അതില് പെടുന്ന ഒരു രണ്ട് ലൈഫ് സ്കില്ലും, ആ ലൈഫ് സ്കില്ല് എങ്ങനെയാണ് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ പാരന്റ്സിന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള ഒരു സെഷനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ട് ഒരു 10th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ ടോപ്പിക്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്, എക്സാമ്പിൾസ് ഒക്കെയാണ് ഈ ഒരു സെഷനിൽ ഉണ്ടാവുക. ഇനി ഇതിലും ഏജ് കൂടുതലുള്ള കുട്ടികൾ അല്ലെങ്കിൽ അഡൾട്ട്സിനാണ് ഈ ഒരു സെഷൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്കത് അവരുടെ ഒരു ഇൻഫർമേഷൻ ക്യാച്ചിങ് ആയിട്ടുള്ള അവരുടെ ഒരു നോളജ് ലെവൽ അനുസരിച്ച് ഈ സെഷൻസ് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ മാറ്റി ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന രണ്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഒന്ന് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇത് രണ്ട് സ്കിൽസ് ആണ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസും. പക്ഷെ ഇത് രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഈ ഒരു ഒറ്റൊരു മൊഡ്യൂളിൽ തന്നെ ഇത് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് കുട്ടികളിലേക്ക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പല പല രീതിയിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട്, ഇപ്പൊ നിങ്ങൾ ഒരു 5th സ്റ്റാൻഡേർഡിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ 5th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു സെഷൻ എടുക്കുന്നതെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് വേണം നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാതെ ഒരു ദിവസം നമ്മൾ റാൻഡം ആയി വന്നിട്ട് നമ്മളോട് ടീച്ചർ പറയാണ്, അല്ലെങ്കിൽ ട്രെയിനർ പറയാണ്, നമ്മൾ ഇന്ന് ലൈഫ് സ്കിൽസ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ആ ഒരു ടോപ്പിക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പൊ ആദ്യം അവരിൽ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുക, അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മൂഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനിയിപ്പോ ഇതൊരു പാരന്റ് വീട്ടിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൂടെ ഇങ്ങനെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൂവി, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് സ്കിൽസ് ആണല്ലോ. അപ്പൊ സ്കിൽസ് എന്ന് പറയുന്ന വേർഡ് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സൂപ്പർ ഹീറോസ് ആയിട്ട് അവർക്ക് വേണേൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഒത്തിരി സൂപ്പർ ഹീറോ മൂവീസ് ഒക്കെ മലയാളത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതായത് ഇപ്പോ മിന്നൽ മുരളിയോ അല്ലെങ്കിൽ ലോക പോലെയുള്ള സിനിമകളൊക്കെ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ ചോദിക്കുക, നിങ്ങൾക്ക് ഈ സൂപ്പർ ഹീറോസിനെ ഇഷ്ടമാണോ, അവരെന്തുകൊണ്ടായിരിക്കും സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ സൂപ്പർ വുമൻ ഒക്കെ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ അവര് കുറച്ച് ആൻസേഴ്സ് ഒക്കെ തരും. ആൻഡ് നിങ്ങളത് പതുക്കെ ഡൈവേർട്ട് ചെയ്യുക. എല്ലാ സൂപ്പർ ഹീറോസിനും ഓരോ സൂപ്പർ പവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആളുകൾക്കും അങ്ങനെ തന്നെയാണ്, ആളുകൾക്കും ഓരോരോ അവരുടേതായിട്ടുള്ള പവേഴ്സ് ഉണ്ടാവും. ഈ പവേഴ്സിനെയാണ് നമുക്ക് സ്കിൽസ് എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പൊ സൂപ്പർ ഹീറോസിനൊക്കെ ഈ ഒരു പവർ ചിലപ്പോൾ അവർക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു
പെട്ടെന്നൊരു മിറക്കിൾ സംഭവിച്ച് കിട്ടുന്നതാണെങ്കിൽ ഈ പവേഴ്സ് നമ്മുടെ ആളുകൾക്കുള്ള ഈ ഒരു സൂപ്പർ പവേഴ്സ് എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു സൂപ്പർ പവർ ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ച് ട്രിക്സ് ആണ്, ടിപ്സ് ആണ്, അല്ലെങ്കിൽ ഒരു മാജിക്കൽ മെത്തേഡ്സ് ഒക്കെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടെ ഒന്ന് ക്യൂരിയസ് ആയിരിക്കും. പിന്നെ ഏജ് നോക്കി വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഫിഫ്ത് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ലെവലിൽ പറഞ്ഞിട്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഏജ് കാറ്റഗറി കൂടുന്നത് അനുസരിച്ച് കുറച്ചുകൂടെ ട്വിസ്റ്റ് ചെയ്തൊക്കെ നമുക്കത് പ്രസന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവർ ഇൻട്രസ്റ്റഡ് ആവും. ഓ, നമ്മളിപ്പോ എന്തോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്കില്ല് പഠിക്കാൻ പോവാണ്, സൂപ്പർ പവർ പഠിക്കാൻ പോവാണെന്ന് അവർ ചിന്തിച്ചു തുടങ്ങും. ആൻഡ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ടൊക്കെ ചെയ്യാം. അതായത് അവരുടെ കയ്യിലോട്ട് കുറച്ച് കാർഡ്സ് ഒക്കെ കൊടുത്തിട്ട് അവരോട് പറയാ അവർക്ക് ആഗ്രഹമുള്ള ഒരു സൂപ്പർ പവർ, അവർക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ഒരു സൂപ്പർ പവർ അവിടെ എഴുതാൻ പറയാം. അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ പവറിനെ പറ്റി സംസാരിക്കാൻ പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഒക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും അവരൊന്ന് സെറ്റായി വരും. ദെൻ ഇനി നമ്മൾ ഈ ഒരു സൂപ്പർ പവറിലേക്ക് പോകാൻ നേരത്തെ എന്ത് പവറാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെ? അപ്പൊ ഈ പെട്ടെന്നൊരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് റാൻഡം ആയിട്ട് തോന്നും. അവരെ പതുക്കെ അതിലേക്ക് ഗൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അവരോട് പറയാണ് എന്താണ് ഡിസിഷൻ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ അവരോട് ഇങ്ങനെ ചോദിക്കാം, ഇന്ന് നിങ്ങൾ ലൈഫിൽ എടുത്ത എന്തെങ്കിലും തീരുമാനങ്ങൾ പറയാമോ? അവർ ഡിസിഷൻ എന്ന് പറയുമ്പോഴേക്കും അവർ വേണമെങ്കിൽ തീരുമാനം എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്കൊക്കെ പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ലൈഫിൽ എടുത്ത എന്തെങ്കിലും തീരുമാനം പറയാമോ എന്ന് ചോദിക്കും. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരൊന്ന് പതറും. ഓ, ഞാൻ എന്ത് ഡിസിഷനാണ് ഇന്ന് എടുത്തതെന്നൊക്കെ ഒന്ന് ആലോചിക്കും. അപ്പൊ അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കുക. അതായത് നിങ്ങളുടെ ഈ ഒരു കയ്യിലിരിക്കുന്ന പേന ഇത് ആര് ഡിസൈഡ് ചെയ്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണോ അതോ പാരന്റ് തന്നതാണോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബാഗ്, അങ്ങനെ അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. എന്നിട്ട് അവരോട് ചോദിക്കുക ഈ ഡിസിഷൻസ് ഒക്കെ അവർ ആരാണ് എടുത്തിട്ടുള്ളത്? അവരാണോ എടുത്തിട്ടുള്ളത് അതോ അവരുടെ പാരന്റ്സ് ആണോ, വേറെ ആരെങ്കിലും മുതിർന്നവരാണോ ഈ ഡിസിഷൻസ് എടുത്തിട്ടുള്ളതെന്ന് ചോദിക്കാം. ദെൻ പതുക്കെ പതുക്കെ നമുക്ക് അവരിലേക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം. എല്ലാ ഡിസിഷൻസും അവർക്ക് ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല. കുറച്ച് ഡിസിഷൻസ് ഒക്കെ അവരുടെ പാരന്റ്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പൊ ഓഫ് കോഴ്സ് കുട്ടികൾക്ക് ഒരു ഡൗട്ട് തോന്നും, എന്തുകൊണ്ടായിരിക്കും നമ്മൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത്? നമ്മൾ എന്തെങ്കിലും മോശമായിട്ടുള്ള ആളുകളാണോ? നമുക്ക് അവരെക്കാളും നമ്മൾ വീക്ക് ആയതുകൊണ്ടാണോ ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള പവർ നമുക്ക് തരാത്തതെന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ആ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അവരെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സയന്റിഫിക് ആയിട്ട് സംസാരിക്കാം. അതായത് കുട്ടികളോട് ഇങ്ങനെ പറയാം, നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? ഓരോ പാർട്സ് ഉണ്ട്, ആ പാർട്സ് പല ഫങ്ഷൻസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോ ഒരു കുഞ്ഞു ആവേനെ ഒരു വലിയൊരു ആളെയും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ബോഡിയിൽ തന്നെ ഒത്തിരി ഡിഫറൻസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുന്ന ഡിഫറൻസ് പോലെ തന്നെയാണ് അകത്തുള്ള ഡിഫറൻസും. അതായത് നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസിനും ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ നിങ്ങൾ വളരുന്ന അനുസരിച്ച് ഉണ്ടാകും. അപ്പൊ നിങ്ങളൊരു 18 വയസ്സിന് താഴെ ആയിരിക്കുമ്പോഴേക്കും നിങ്ങളുടെ ബ്രെയിനിൽ ഇപ്പോ ടെക്നിക്കൽ ടേം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അതായത് ഇപ്പോൾ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അവരോട് പറയാ, നിങ്ങളുടെ എന്താ ബ്രെയിനിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ, തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ആവാതെ നിങ്ങൾ ഡിസിഷൻസ് എടുത്താൽ ചിലപ്പോൾ അത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് പാരന്റ്സോ ടീച്ചേഴ്സോ ഒക്കെ നിങ്ങളെ സഹായിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ വീക്ക് ആയതുകൊണ്ടോ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടൊന്നും അല്ല പാരന്റ്സ് ചില ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ ഒരു 18 വയസ്സിൽ താഴെ ആയിരിക്കുമ്പോൾ ചില ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് മറ്റുള്ള ആളുകൾ നിങ്ങളെ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങളുടെ പാരന്റ്സോ ടീച്ചേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആളെ ഡിസിഷൻ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് അങ്ങനെ അവരിലേക്ക് പറഞ്ഞു കൊടുക്കാം. ദെൻ അവരോട് പറയാ, എല്ലാ സമയത്തും ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നതല്ല. അപ്പൊ ചില സമയത്ത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോ തെറ്റ് പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഇവിടെ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ട്രിക്കാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആ ഒരു സൂപ്പർ പവറിന്റെ പേര് അതാണ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. അപ്പൊ ഈ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് മാത്രമേ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോഴേക്കും ആ വേർഡ് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഒരു കുട്ടികൾക്ക് ആ വേർഡ് കോംപ്രിഹെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറയാം, ഇനി നമുക്ക് അവരോട് പറയാം, നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാന്ന് പറയാം.
ഇപ്പൊ ഞാനൊരു സാമ്പിൾ ആക്ടിവിറ്റി ആണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേറെ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാം. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഇടുന്നതാണ്. അപ്പോൾ കുട്ടികളോട് ഇങ്ങനെ വേണമെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ നിങ്ങളുടെ സൂപ്പർ ഹീറോസ് ഒക്കെ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ സയന്റിസ്റ്റുമാരെയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അവർ ഡിസിഷൻസ് എടുക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോ വെറുതെ ഒരു ഡിസിഷൻ എടുക്കുന്ന ആരും സൂപ്പർ ഹീറോസ് ആവത്തില്ല. എന്താ, അവര് എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് അവർ നന്നായിട്ട് ആലോചിച്ചാണ് എടുക്കുന്നത്. അപ്പൊ അവരെങ്ങനെയാണ് ആലോചിക്കുന്നത് എന്നുള്ളൊരു രീതിയാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നതെന്ന് പറയാം. ദെൻ അവർക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുക. എന്നിട്ട് അവർ റിയൽ ലൈഫിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് സിനാരിയോസ് എടുക്കുക. ഇപ്പൊ ടീച്ചർമാരൊക്കെ ആണെങ്കിൽ ഇതൊരു ഒറ്റ ഒരു സെഷൻ ആയിട്ട് എടുക്കാതെ ഒരു ദിവസം വരുമ്പോഴേക്കും ഒരു പെർട്ടിക്കുലർ സിനാരിയോ എടുത്തിട്ട് അതിനെപ്പറ്റി സംസാരിച്ച് വേണം നോക്കാം. അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു 6 സിനാരിയോസ് ആണ്. ഈ 6 സിനാരിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് 6 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് 6 കാർഡ്സ് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്കും ഓരോ കാർഡായിട്ട് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ആദ്യം എന്തൊക്കെ സെഷൻസ് ആണ് പറയാൻ പോകുന്നത് എന്നുള്ള ഒരു ഓവർവ്യൂ തരാം. ഒന്നാമത്തെ നമ്മൾ കൊടുക്കുന്ന കാർഡ് അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് പ്രഷർ ടു ട്രൈ ആൽക്കഹോൾ ഓർ സിഗരറ്റ്. മദ്യപിക്കാനോ പുകവലിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള ഒരു സാധനം യൂസ് ചെയ്യാനായിട്ട് കൂട്ടുകാരെ നിർബന്ധിക്കുക. ഇതാണ് ഒരു സിനാരിയോ. രണ്ടാമത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഓൺലൈനിൽ ഒരു സ്ട്രേഞ്ചർ, അതായത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് അവരോട് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. ദെൻ മൂന്നാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാം പാസ് ആവാൻ വേണ്ടിയിട്ട് അവരൊരു കോപ്പി, ഒരു ബിറ്റ് ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണ്. നാലാമത്തത് നാലാമത്തത് ഗെയിം അഡിക്ഷൻ ആണ്. ദെൻ അഞ്ചാമത്തത് ഫെയിലിയേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഇനി ആറാമത്തത് എങ്ങനെ സ്ലീപ്പ് ഒഴിവാക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇതിൽ ഇടുന്നത്. 1 സെക്കൻഡ്. ഞാൻ എന്താ നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആക്ച്വലി ഇവിടെ കേസ് ആയിട്ട് വെച്ചിരുന്നത് ഒന്നാമത്തെ കാര്യം, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ജോബ് പഠിത്തം ഉപേക്ഷിച്ചിട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതും അതിനുശേഷം ഒളിച്ചോടി പോകുന്ന അങ്ങനത്തെ ഒത്തിരി കേസുകൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിനാരിയോ ആണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ കുട്ടികൾക്ക് ഒരു 10ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അത് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നന്നായിരുന്നു വരില്ല. അതിന് പകരം അവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ടോപ്പിക് വെച്ച് റീപ്ലേസ് ചെയ്യാന്ന് കരുതിയിട്ടാണ് ഗെയിം അഡിക്ഷൻ അവിടേക്ക് കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ 18+ ആയിട്ടുള്ള വീഡിയോ കണ്ടന്റ്സ് കാണാൻ ആരെങ്കിലും നിർബന്ധിക്കുക, അതായിരുന്നു ഒരു സിനാരിയോ വെച്ചിരുന്നത്. അപ്പൊ അതിലും കുറച്ചുകൂടെ അവർക്ക് നല്ലതായിട്ട് തോന്നിയത് ഉറങ്ങാതിരിക്കുക, നോട്ട് സ്ലീപ്പിംഗ് വെൽ, ആ ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്കപ്പോ ഈ 6 സിറ്റുവേഷൻസ് എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ ടു ട്രൈ ആൽക്കഹോൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളെ നമുക്കൊരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഓരോ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുത്തല്ലോ, ഈ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുത്തതിനൊപ്പം നിങ്ങൾക്ക് അവരോടൊരു ബോക്സ് വരയ്ക്കാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ബോക്സിൽ അവർ എഴുതാൻ പോകുന്നത് ഫിസിക്കൽ എഫക്ട്സ് എന്നായിരിക്കും. അതായത് ആദ്യം അവരൊരു കാർഡ് കിട്ടിയിട്ടുണ്ടാവും. ആ കാർഡിനകത്ത് അവർക്ക് കിട്ടിയ പ്രോബ്ലം എഴുതാം. പ്രോബ്ലം എഴുതിയതിനു ശേഷം ഒരു 4 കോളംസ് ആയിട്ട്, 4 സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റത്തേല് ഫിസിക്കൽ എന്ന് എഴുതുക, ദെൻ മെന്റൽ എന്ന് എഴുതുക, ദെൻ എഡ്യൂക്കേഷൻ എന്ന് വേണം എഴുതാം, ദെൻ റിലേഷൻ. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എഫക്ട് വരുന്നത് ഈ ഏരിയാസിലാണ്. അവരുടെ ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്ത് അവരുടെ ഫിസിക്കലായിട്ട് എങ്ങനെയൊക്കെ അത് അഫക്ട് ചെയ്യും, മെന്റലായിട്ട് എങ്ങനെ അഫക്ട് ചെയ്യും, അവരുടെ എഡ്യൂക്കേഷൻ എങ്ങനെ അഫക്ട് ചെയ്യും, അവരുടെ റിലേഷൻഷിപ്പുകൾ, അതായത് ഇപ്പോൾ ടീച്ചറായിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ പാരന്റ്സ് ആയിട്ടുള്ള റിലേഷനെ എങ്ങനെ അഫക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ 4 കോളംസ് വരയ്ക്കാൻ കുട്ടികളോട് പറയാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ 4 കോളംസ് അവരോട് തന്നെ ഫില്ല് ചെയ്യാൻ പറയാം. അപ്പോൾ കുട്ടികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ട് ഈ ഓരോ ഡിസിഷൻ എടുത്താൽ ഉണ്ടാവാൻ പോകുന്ന കോൺസിക്വൻസസ് അവർ എഴുതും. ദെൻ ഈ കോൺസിക്വൻസസ് എഴുതി കഴിഞ്ഞിട്ട് ഓരോരോ കേസ് സ്റ്റഡി ആയിട്ട് എടുത്ത് നമുക്കത്
പറഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പോൾ പ്രഷർ ടു ട്രൈ ആൽക്കഹോൾ എന്ന് പറഞ്ഞ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ അതിൽ കുറെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതും. ദെൻ നമ്മളുടെ കയ്യിലാണ് ബാക്കി നിൽക്കുന്നത്. നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ കുട്ടികളുടെ അടുത്ത് നമ്മൾ ഈ ആ, ചെയ്യരുത്, അത് മോശമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിലാവണം എന്നില്ല. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് അതിന്റെ ഒരു ലോജിക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള റീസൺ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുട്ടികൾ അത് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രഷർ ടു ട്രൈ ആൽക്കഹോൾ അല്ലെങ്കിൽ സിഗരറ്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. അത് ഇപ്പോ കൂട്ടുകാരെ നിർബന്ധിച്ച് ആൽക്കഹോൾ അല്ലെങ്കിൽ സിഗരറ്റ് ഉപയോഗിക്കാൻ പറഞ്ഞു, ആൻഡ് അവർ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എഫക്ട്? ഒന്നാമത് ഫിസിക്കൽ ഹെൽത്ത് പറയാം. ഫിസിക്കൽ ഹെൽത്ത് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് പല രീതിയിൽ പ്രസന്റ് ചെയ്യാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. അപ്പൊ ഈ കെമിക്കൽ നമ്മുടെ ബ്ലഡിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണല്ലോ, അതിനെ പുറത്തേക്ക് കളയണം. അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള സബ്ജക്ട്സ്, സാധനങ്ങളൊക്കെ പുറത്ത് കളയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ബ്ലഡിലേക്ക് ഈ ഒരു ആൽക്കഹോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓർഗൻസ് ഇത് പുറത്തേക്ക് കളയാൻ നോക്കും. പക്ഷെ ചെറിയ അളവിലാണെങ്കിൽ ഈ ഓർഗൻസ് അത് പുറത്ത് കളയും. പക്ഷെ കൂടുതൽ കൂടുതൽ അളവിൽ ഇത് വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ ഇന്റേണൽ ഓർഗൻസിനൊന്നും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ ആവും. അങ്ങനെ നമ്മൾ അസുഖത്തിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലങ്സ്, നമ്മുടെ ലിവർ അല്ലെങ്കിൽ നമ്മുടെ മസിൽസ് തുടങ്ങിയ പാർട്സ് ഒക്കെ എന്താ പറയാ, അത് വീക്കായി മാറും. അപ്പോ കുട്ടികൾ എന്തായാലും ഒരു ഡൗട്ട് ചോദിക്കും, ചെറിയ അളവിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന്. അപ്പൊ പറയാ, ചെറിയ അളവിൽ ചെന്ന് കഴിയുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നമ്മുടെ ബ്രെയിനിനകത്ത് പല പല ഹോർമോൺസ് ഉണ്ട്. അതിൽ നമുക്ക് സന്തോഷം തരുന്ന ഹോർമോൺസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അപ്പോ ഈ ഈ ഒരു ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്കൊരു പ്ലഷർ തരുന്ന ഹോർമോൺസ് അവിടെ റിലീസ് ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അതിന്റെ എഫക്റ്റ് പോകും. അപ്പൊ എന്ത് പറ്റും? നമുക്ക് വീണ്ടും വേണമെന്ന് തോന്നും. അപ്പൊ വീണ്ടും ആൽക്കഹോൾ എടുക്കേണ്ടി വരും. അപ്പോ ഒരു തവണ നമ്മൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ആ ഒരു സാധനം മനസ്സിലായി കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ക്രേവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് ഒരു തുള്ളി പോലും നമ്മൾ ടേക്ക് ചെയ്യരുത് അല്ലെങ്കിൽ കഴിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും കുട്ടികൾക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ദെൻ മെന്റൽ ഹെൽത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോഴേക്കും സെയിം തന്നെ പറയാം. ഇപ്പൊ ഒരു ചെറിയ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ ആൽക്കഹോൾ ട്രൈ ചെയ്തു, എന്നാൽ ഈ ആൽക്കഹോൾ പിന്നെ കിട്ടാണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ മൂഡ് ഒക്കെ മാറും. നമുക്ക് വീണ്ടും വീണ്ടും അത് കിട്ടണം എന്ന് തോന്നും. ഇറിറ്റേഷൻ വരും, ദേഷ്യം വരും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു നമ്മുടെ ബ്രെയിനിൽ ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന പാർട്സ് ഉണ്ട്. അപ്പൊ ഈ ആൽക്കഹോൾ ചെന്ന് കഴിയുമ്പോൾ ഈ പാർട്ടൊന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. കറക്റ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റാതെ വരുമ്പോൾ എന്ത് പറ്റും? ചിലപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളായിട്ട് തർക്കങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അയാളായിട്ട് അടിപിടി കൂടും. ഈ അടിപിടി കൂടി അത് നമുക്ക് ഫിസിക്കലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ദെൻ റിലേഷൻഷിപ്പുകളിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഈ ഒരു പെർട്ടിക്കുലർ സാധനം കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് നിരാശയും ദുഃഖവും എല്ലാം തോന്നും. ഇപ്പൊ ഫ്രണ്ട്സ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ കൂട്ടുകാർ അത് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങളെ ഒരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ദെൻ എഡ്യൂക്കേഷനിന്റെ കാര്യത്തിലേക്ക് എടുക്കുമ്പോഴേക്കും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സാധനം കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ വളരെ ഇറിറ്റബിൾ ആവും, അല്ലെങ്കിൽ ദേഷ്യം വരും. നിങ്ങൾ അത് കഴിച്ചിട്ടാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര ഇത്ര കോൺസിക്വൻസസ് ആണ് ഉള്ളത്. അപ്പൊ നിങ്ങളൊരു സൂപ്പർ ഹീറോ ആയിരുന്നു വെച്ചെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള കോൺസിക്വൻസ് ഉള്ള ഒരു സാധനം നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ ഹീറോ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ബുദ്ധിയില്ലാത്ത ഒരു ഡിസിഷൻ ആണ് അവിടെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൂപ്പർ ഹീറോസിനെ പോലെ ചിന്തിക്കുക. ഇവിടെ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി അഡ്വാൻറ്റേജും യെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോൺസിക്വൻസസ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് ഡെസിഷൻ എടുക്കാന്ന് പറയാം. അല്ലാതെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികൾക്ക് അത് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. ദെൻ രണ്ടാമത്തെ കേസ് വരുന്നത്, ഒരു സ്ട്രേഞ്ചർ അവരോട് ഓൺലൈനിൽ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക്
എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴേക്കും ഫിസിക്കൽ ഹെൽത്തിൽ ഇവര് എങ്ങനെ അഫക്ട് ചെയ്യുന്നു കുട്ടികൾ വണ്ടർ ചെയ്തേക്കാം. ചിലപ്പോൾ അവർക്ക് അവിടെ ആ കോളം ഫില്ല് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം, ആഹ് ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾക്ക് ആളുകളോട് പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ പുതിയതായിട്ട് കാണുന്ന ഒരാൾ, അല്ലെങ്കിൽ വെറുതെ വഴി കൂടെ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണെങ്കിൽ അവരോട് നമ്മൾ എങ്ങനെ സംസാരിക്കുക? ഹായ്, ബൈ, ഗുഡ് മോർണിംഗ്, അത്രയും മാത്രമേ പറയുള്ളൂ. അതൊരു ക്ലീഷേ കോൺവെർസേഷൻ ആണ്. ഇനി നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലോ, അതായത് ഇപ്പൊ നമ്മളുടെ പാർട്ട്ണറോടോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. കാരണം എന്താ, അവര് നമ്മളെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അവരുടെ അടുത്ത് നമ്മുടെ ഇൻഫർമേഷൻ സേഫ് ആണെന്ന് നമുക്ക് അറിയുന്നതുകൊണ്ടാണ് ഈ ഒരു പീക്ക് ലെവൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ഓരോ ആളുകളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതിന് ഒരു ലെവലുണ്ട്. ആ ലെവലിലുള്ള ഇൻഫർമേഷൻ മാത്രമേ ഓരോ ആളുകൾക്കും കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ റാൻഡം ആയിട്ട് കാണുന്ന ഒരു സ്ട്രേഞ്ചർക്ക് നിങ്ങൾ പീക്ക് ലെവലിലോ അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള, ഫാക്ച്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എവിടെ പോയി, ഇത്ര സമയത്ത് നിങ്ങൾ എവിടെയായിരിക്കും എന്നൊക്കെ ചോദിച്ചാൽ അത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ആ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ചിലപ്പോ അവർ മിസ്യൂസ് ചെയ്യാം, നിങ്ങൾ കൊടുത്ത ഇൻഫർമേഷൻസ് മിസ്യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ പോകുന്ന വഴി നിങ്ങളെ ചിലപ്പോൾ പിന്തുടർന്ന് വരാം, പിന്തുടർന്ന് വന്ന് നിങ്ങളെ ഉപദ്രവിച്ചെന്ന് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞ പീക്ക് ലെവൽ ഇൻഫർമേഷൻസ് പുറത്തു വിടുന്നു പറഞ്ഞ് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാം. അപ്പൊ അങ്ങനെ പല ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ദെൻ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അവര് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫുള്ള് നമ്മൾ പാനിക് ആവും, നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഫോക്കസ് കിട്ടില്ല. പിന്നെ അതല്ല, നിങ്ങൾ കുറച്ചൊരു റൊമാൻറ്റിക് രീതിയിലാണ് ഈ ഒരു സ്ട്രേഞ്ചറിനോട് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡോപ്പമിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു കൈൻഡ് ഓഫ് പ്ലഷർ പോലത്തെ ഒരു ഹോർമോൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, ആള് ഒരു മെസ്സേജ് അയക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് തോന്നി. അപ്പോൾ വീണ്ടും വീണ്ടും ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് അയക്കണം എന്ന് തോന്നാം, അല്ലെങ്കിൽ അവരെന്താ റിപ്ലൈ തരുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി തോന്നാം, അടുത്ത് അവരോട് എന്ത് ചോദിക്കണം, അങ്ങനെയുള്ള കുറേ തോട്ട്സ് വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയിപ്പോവാം. അപ്പൊ ഇങ്ങനെ ഒരു സിനാരിയോ അവിടെ നിലനിൽക്കുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് പ്രോപ്പർ ആയി ഇരിക്കാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ പാനിക് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ഹൈ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ സാധിക്കണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ ഹോംവർക്ക് നിങ്ങൾ മിസ് ചെയ്യും, നിങ്ങളുടെ എക്സാം എന്നാണ് ചിലപ്പോൾ മറന്നുപോകും. അങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവും. വൺ സെക്കൻഡ്. ദെൻ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, ഇപ്പൊ നിങ്ങൾ പരിചയമില്ലാത്ത ഒരാളായിട്ട് ഓൺലൈനിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ പാരന്റ്സും ടീച്ചേഴ്സും നിങ്ങളെ വഴക്ക് പറയുകയും നിങ്ങളെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് അറിയുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഒരു ബാഡ് ഇമേജ് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ദെൻ അടുത്തൊരു സിനാരിയോ എന്ന് പറയുന്നത്, മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഒരു ബിറ്റ് അല്ലെങ്കിൽ ഒരു കോപ്പി, ഒരു സാധനം വെച്ചിട്ട് പരീക്ഷ എഴുതാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് പറയാണ്. അപ്പോൾ നിങ്ങളത് യെസ് പറയോ നോ പറയോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ ഈ ആക്ടിവിറ്റി കുട്ടികൾക്ക് കൊടുത്തപ്പോഴേക്കും അവര് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എഴുതി, കോൺസിക്വൻസ് എഴുതാൻ പറഞ്ഞു. അപ്പൊ അവര് മെന്റൽ ഹെൽത്തിൽ എഴുതിയതാണ്, നമ്മൾ ബിറ്റ് കൊടുത്തിട്ട് ബിറ്റ് നമ്മൾ കൊണ്ടുവന്നു, അത് കൂട്ടുകാരൻ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും, അങ്ങനെ അവനും അവന്റെ വഴക്കാവും, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ അവരുടെ ലെവലിൽ അവർ അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പൊ അങ്ങനത്തെ കുറെ ഫണ്ണായിട്ടുള്ള ആൻസേഴ്സും കുട്ടികൾ എഴുതുന്നുണ്ടാവും. അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് നമ്മൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ബിറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടി കിട്ടും, അല്ലെങ്കിൽ എന്താ പറയാ പണിഷ്മെന്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രസന്റ് ചെയ്യാം. പിന്നെ അതേപോലെ ബിറ്റ് കയ്യിലിരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് അല്ലെങ്കിൽ പാനിക് ഒക്കെ ആവും നിങ്ങൾ. അപ്പൊ ഈ ടെൻഷൻ കാരണം ചിലപ്പോ നിങ്ങൾക്ക് എന്താ പറയാ, ഈ കയ്യിലിരിക്കുന്ന ബിറ്റ് കാരണം നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങൾക്ക് പല ഫിസിക്കൽ
ഇറിറ്റേഷൻസ്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ എനിക്ക് ഇത് വേണേ പറയാം. ഈ ബിറ്റ് കയ്യിലിരിക്കുന്നത് കൊണ്ട് ബിറ്റ് പിടിക്കപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ നിങ്ങൾ പാനിക് ആയിരിക്കുന്നതുകൊണ്ട് ഒന്നാമത്തെ ക്വസ്റ്റിന് എഴുതേണ്ട ആൻസർ ചിലപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും എഴുതുന്നത്. അപ്പൊ ബിറ്റ് വെച്ച് പാസ്സാവാന്ന് കരുതി വന്ന് നിങ്ങൾ നേരെ ഉൾട്ട ചിലപ്പോൾ ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബിറ്റ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു നാണക്കേടാവും, അല്ലെങ്കിൽ അത് പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറ്റബോധം തോന്നും. അപ്പൊ ഇങ്ങനെ കുറെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മെന്റലി നിങ്ങൾ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. റിലേഷൻഷിപ്പിൽ ഇത് തന്നെ പറയാം. ടീച്ചേഴ്സോ പാരന്റ്സോ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവർക്കൊരു നിരാശയാവും. എഡ്യൂക്കേഷന്റെ കാര്യം ഇവിടെ ഏറ്റവും സ്ട്രെസ് ചെയ്ത് പറയണം. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്തിനായിരിക്കും ബിറ്റ് വെക്കുന്നത്? ജസ്റ്റ് എക്സാം പാസ് ആവണം എന്നുള്ളൊരു മൈൻഡിലായിരിക്കും. അപ്പൊ അവരോട് പറയാം, എക്സാംസ് ആക്ച്വലി ഇടുന്നതിന്റെ ഉദ്ദേശം നമ്മൾ എത്രത്തോളം പഠിച്ചത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോ ഇന്ന് ബിറ്റ് വെച്ച് നിങ്ങളൊരു പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ നാളെ ആ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് അർത്ഥം. അപ്പൊ നാളെ ആ സബ്ജക്റ്റിന്റെ അടുത്തൊരു ചാപ്റ്റർ വരും. അപ്പൊ നിങ്ങൾക്ക് ഒട്ടും കൂടെ മനസ്സിലാവാതെയാവും. അടുത്തൊരു പുതിയൊരു ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ അടുത്ത് വരുന്ന ടോപ്പിക്സ്. അപ്പൊ അതും മനസ്സിലാവാതെയാവും. അപ്പോ എന്താ പറയാ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. മറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യം മാത്രം നിങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ അത് നല്ലത്. അല്ലാതെ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഇതേപോലെ കുറുക്ക് വഴിയിൽ കൂടെ പാസ്സാവാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പഠിച്ച് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതെല്ലാം എൻ്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ കഴിയും. ടീച്ചേഴ്സിനും പാരന്റ്സിനൊക്കെ ആണെങ്കിൽ ഒത്തിരി ഒത്തിരി എന്താ പറയാ എക്സാമ്പിൾസ് അവർക്ക് കൊടുക്കാൻ സാധിക്കും. ദെൻ നാലാമത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഗെയിം അഡിക്ഷൻ പറയാൻ നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോറി ഡോപ്പാമിന്റെ കാര്യം വെച്ചിട്ട് നമുക്ക് പറയാം. അതായത് ഇപ്പൊ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ എന്താ നമുക്ക് അതിന്റെ ഫിസിക്കൽ മെന്റൽ റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ അങ്ങനെ പറഞ്ഞു പോവാം. ഇപ്പൊ ഫിസിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ കുട്ടികൾ എങ്ങനെയാണ് എപ്പോഴും ഒരു പർട്ടിക്കുലർ സ്ഥലത്തിരുന്ന് മാത്രമായിരിക്കും കളിക്കുന്നത്. അപ്പോ നമ്മുടെ ബോഡി എങ്ങനെയാണ്, നമ്മുടെ ബോഡി എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ അതിനൊരു കുറച്ചൊരു മൂവ്മെന്റ് വേണം. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മുടെ ബോഡി ഒന്ന് മൂവ് ചെയ്യണം. നമ്മുടെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യാൻ നേരത്ത് എൻഡോഫിൻ പോലെയുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യും. ഇപ്പൊ എൻഡോഫിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നാച്ചുറൽ പെയിൻ കില്ലർ ആണ്, അല്ലെങ്കിൽ നമ്മൾക്കൊരു ഹാപ്പിനെസ്, ഒരു ഫീൽ ഗുഡ് ഒക്കെ ഇമോഷൻ തരുന്ന ഒരു ഹോർമോൺ ആണ് എൻഡോഫിൻ. അപ്പൊ നമ്മളിങ്ങനെ അനങ്ങാതെ ഒരു സ്ഥലത്ത് കുത്തിയിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അനങ്ങാത്തത് കൊണ്ട് ഈ എൻഡോഫിൻസ് ഒന്നും സെക്രീറ്റ് ആവത്തില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഡൾ മൂഡി ആയിട്ടുള്ള ഒരു വൈബായിരിക്കും കിട്ടുന്നത്. അപ്പോ അതേപോലെ തന്നെ നമ്മൾ കുട്ടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ അവര് ഫിസിക്കലി കുറെ മൂവ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഗെയിം ആയിട്ട് ഇരിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഉള്ള കുറെ കാര്യങ്ങളുടെ നിങ്ങൾ പുറകോട്ട് പോകുമെന്ന് പറയാം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റേഴ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുക. അതായത് ഇപ്പൊ കുട്ടികൾ ഫോൺ യൂസ് ചെയ്യാൻ നേരത്തെ എപ്പോഴും ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ ഒടിച്ച് ഫോണിലേക്ക് ഇങ്ങനെ നോക്കിയായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സ്ലോ ചെയ്തൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അവരുടെ പോസ്റ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നു. ആ പോസ്റ്റേഴ്സ് പിന്നീട് അവരുടെ കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യുന്നു നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സൂപ്പർ ഹീറോ റെഫറൻസ് കൊണ്ടുവരാം. സൂപ്പർ ഹീറോസ് ഒക്കെ എങ്ങനെയായിരിക്കും, അവർക്കൊരു നല്ല പോസ്റ്റർ ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നല്ല പോസ്റ്റർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ശീലിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം. ദെൻ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ വന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഗെയിം കളിച്ച് ജയിക്കാൻ നേരത്ത് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് എന്തൊരു റിവാർഡ് കിട്ടി എന്നുള്ള ഒരു ഫീല്. അപ്പൊ ആ ഒരു ഫീലിംഗ് തരുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗെയിം കളിച്ച് വൺസ് നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടിക്കഴിയുമ്പോഴേക്കും ഗെയിം അങ്ങ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് പയ്യെ പയ്യെ കുറയും. അപ്പൊ വീണ്ടും ആ ഒരു ഹാപ്പിനെസ് ഫീൽ, ഒരു ഹൈ ഫീൽ കിട്ടണമെങ്കിൽ വീണ്ടും ഗെയിം കളിക്കേണ്ടി വരും. അങ്ങനെ അങ്ങനെ അതൊരു അഡിക്ഷനിലേക്ക് മാറും. അപ്പോൾ ഈ ഒരു അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടൊരു ഓൾട്ടർനേറ്റീവ് കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതായത് ബോഡി ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഡോപ്പാമിൻ പറഞ്ഞ സാധനം സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ഗെയിം കളിച്ചാൽ മാത്രമല്ല ഈ ഒരു ഫീല് കിട്ടുന്നത്, വേറെയും നല്ല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നല്ല ഓൾട്ടർനേറ്റീവ്സും കൂടെ പറഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പൊ നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്തു, ഇന്ന് ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ ഒരു 3 ഗോള് സെറ്റ് ചെയ്തു. ആ ഗോള്
നിങ്ങൾ അച്ചീവ് ചെയ്താലും നിങ്ങൾക്ക് ഈ സെയിം ഡോപ്പമിൻ സ്പൈക്ക്, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ദെൻ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒത്തിരി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയി നമ്മൾ മാറും. അതായത് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ജയിച്ച് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവരോടൊരു ജലസി തോന്നാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിപ്രഷൻ തോന്നാം. പിന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് നിങ്ങളെ ഒന്ന് തോണ്ടിയിട്ടുണ്ടെങ്കിൽ, ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരോട് വളരെ വല്ലാതെ പൊട്ടിത്തെറിക്കുക, അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ മെന്റലി നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ദെൻ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട്, അതായത് നിങ്ങൾ ഫുൾ ടൈം ഗെയിം കളിക്കുകയാണ്, ഗെയിം ജയിക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ ഒരു തോട്ടെങ്കിൽ, നിങ്ങളുടെ അടുത്തുള്ള ആളുകളോട് നിങ്ങൾ സംസാരിക്കാതെ ആവും, നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിനോടൊക്കെ നിങ്ങൾ സംസാരിക്കാതെ ആവും. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ബോണ്ടൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഈ ഗെയിമൊക്കെ ചിലപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗെയിം അടുത്ത ദിവസം ബാൻ ആയി പോവാം, അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഗെയിംസ് ഒന്നും കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാം. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് കൂടെ കുറച്ച് ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരോട് സ്നേഹമായിട്ട് ഇടപഴകാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും ഈ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. മറ്റേത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഹാപ്പിനെസ് ആണെന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ എഡ്യൂക്കേഷനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ, അവരുടെ ഒരുപാട് ടൈം അവർ ഗെയിമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതെങ്ങനെ അവരുടെ പഠിത്തത്തെ അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഫോക്കസിനെ അഫക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഹാൻഡ്ലിങ് ഫെയിലിയേഴ്സ് ആണ്. അപ്പോ ഇത് ഹാൻഡ്ലിങ് ഫെയിലിയേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ജസ്റ്റ് ഒരു ടോപ്പിക് ആണ്. അത് നിങ്ങളൊരു സിറ്റുവേഷൻ ആയിട്ട് കൊടുക്കുക. ഹാൻഡ്ലിങ് ഫെയിലിയേഴ്സ് ബൈ റണ്ണിങ് അവേ ഫ്രം ഹോം, അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ ഡൂയിങ്, ഡയറക്റ്റ് ഞാൻ സൂയിസൈഡ് പോലത്തെ വാക്കുകൾ പറയാത്തത്, അത് ടു ഹാർഷ് ആയിരിക്കും ചിലപ്പോൾ കുട്ടികൾക്ക്. അപ്പോൾ വേറെ എന്തെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സട്ടിൽ ആയിട്ടുള്ള എന്തെങ്കിലും വേർഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓടിപ്പോയി വീട്ടിൽ നിന്ന്, പരീക്ഷയ്ക്ക് തോറ്റ്, അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഓടിപ്പോവാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയായിരിക്കും? അപ്പൊ അത് കുറച്ച് ഫണ്ണായിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ടീച്ചർ തല്ലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അടിയിട്ടോ എന്ന് പേടിച്ചിട്ടാണ് നിങ്ങൾ ഒളിച്ചോടി പോയെന്ന് വിചാരിക്കാം. പക്ഷെ ഒളിച്ചോടി പോയി നിങ്ങൾ ചെന്ന് പെടുന്നത് വളരെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിലാണ്, അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കുന്ന, കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ ചെന്ന് പെടുന്നതെങ്കിൽ, അപ്പൊ ഇവിടുത്തെ പ്രശ്നം അനുസരിച്ച് അവിടെ ചെന്നപ്പോഴേക്കും എന്താ അവിടെ വേറെ വലിയ പ്രശ്നമായി. ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ദെൻ രണ്ടാമത്തെ രീതിയിൽ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറയാം? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ പരീക്ഷയിൽ തോറ്റുപോയി എന്നുള്ളൊരു കാരണം കൊണ്ടാണ് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടത്. അപ്പോഴേക്കും എന്താ പറയാ, നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ തോറ്റുപോയ ആളാണെങ്കിൽ, ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ ലെവലിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെ ചിന്തിക്കണം? എന്തുകൊണ്ടായിരിക്കും ഞാൻ തോറ്റുപോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വാറിൽ ഞാൻ ഫെയിൽ ആയത്? ഇനി അടുത്തൊരു വാർ വരുമ്പോൾ ഞാൻ ബെറ്റർ എക്യുപ്മെന്റ്സ് കൊണ്ടുവരണോ, ബെറ്റർ ടൂൾസ് കൊണ്ടുവരണോ, എന്താ മാറ്റേണ്ടതെന്ന് ആണ് ഒരു സൂപ്പർ ഹീറോ ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതേപോലെ ചിന്തിക്കണം എന്നുള്ള രീതിയിൽ അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കാം. ദെൻ റിലേഷൻഷിപ്പുകൾ, അതായത് ഇപ്പോ നിങ്ങൾ ഓടിപ്പോവാണ്, നിങ്ങളെ തന്നെ ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന, ഇപ്പൊ നിങ്ങൾ അറിയാതെ ആണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓടിപ്പോവുകയാണെങ്കിൽ അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഇതേപോലെ പരീക്ഷയ്ക്ക് തോറ്റുപോയി എന്നുള്ള കാരണത്തിൽ നാട് വിട്ടുപോയി എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തൊരു സങ്കടമാണ് ഉണ്ടാവുക. ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ദെൻ എഡ്യൂക്കേഷന്റെ രീതിയിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നിങ്ങളിപ്പോ തോറ്റുപോയി എന്നുണ്ടെങ്കിൽ, തോറ്റുപോയത് മനസ്സിലാക്കി വീണ്ടും പഠിക്കുക. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ തോറ്റുപോകാനുള്ള കാരണം? സബ്ജക്ട് ഇഷ്ടമില്ലാത്തതാണോ, സബ്ജക്ട് പാടായതുകൊണ്ടാണോ, പഠിപ്പിക്കുന്ന ടീച്ചർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അങ്ങനെ നോക്കി നിങ്ങളത് ഓവർകം ചെയ്യണം. അതല്ലാതെ നിങ്ങൾ ഓവർകം ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, ഒരു സൂപ്പർ ഹീറോ ആവാനുള്ള ഒരു പോസിബിലിറ്റി ആണ് നിങ്ങൾ അവിടെ ഒഴിവാക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാം. ദെൻ ലാസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞത് നോട്ട് സ്ലീപ്പിംഗ് വെൽ, അതാണ് സിനാരിയോ ആയിട്ടിട്ടത്. നോട്ട് സ്ലീപ്പിംഗ് വെൽ, അത് നിങ്ങളൊരു ഒരു കേസ് പോലെ എന്തെങ്കിലും പറയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ കുറെ സമയം ഫോൺ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ടി വി കണ്ട് ഉറങ്ങാതെ ഇരിക്കുക. അപ്പോൾ ഈ ഒരു ഡിസിഷൻ, ഇങ്ങനെ ഒരു ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ കുട്ടികൾ ഫിസിക്കൽ ഹെൽത്തിൽ ആദ്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഫിസിക്കൽ
ഇവർ വളരുന്ന പ്രായമാണ്. ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള അവരുടെ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ സ്ലീപ്പ് എത്രമാത്രം എസെൻഷ്യൽ ആണ്, സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ആയി മാത്രമേ അവരുടെ മൂഡും എനർജിയും ഒക്കെ പ്രോപ്പർ ആയിട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കാം. ദെൻ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും നമുക്ക് ഇതേ കാര്യങ്ങൾ പറയാം. നന്നായിട്ട് ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറിറ്റബിൾ ആവും, ഒരു സാഡ് ഫീലിംഗ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇവിടെ നമുക്ക് ഏറ്റവും അധികം അവർക്ക് ക്യാച്ച് ആയിട്ട് പറയാൻ പറ്റുന്നത് എഡ്യൂക്കേഷൻ സൈഡിലാണ്. ഒരു എക്സാമ്പിൾ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഉറങ്ങാതെ ഇരുന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് പിറ്റേ ദിവസം പോയി പരീക്ഷ എഴുതി ജയിക്കുന്നുണ്ട് എന്ന് ഒത്തിരി കുട്ടികൾ പറയും. വളരെ പ്രൗഡായിട്ടൊക്കെ പറയും. അപ്പോ അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഉറങ്ങാതിരുന്ന് പിറ്റേ ദിവസം പോയി പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നോളജ് എവിടെയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പലതരത്തിലുള്ള മെമ്മറി ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ വഴി കൂടെയൊക്കെ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് സമയം നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. അത് നിങ്ങളുടെ സെൻസറി മെമ്മറിയാണ്. പിന്നെ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒക്കെ കാണുമ്പോൾ അത് നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ പോകും. പിന്നീട് അത് ലോങ് ടേം മെമ്മറി പോകണമെങ്കിൽ അത് ഒത്തിരി തവണ നിങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്താലേ നമ്മുടെ ബ്രെയിനിൽ നിൽക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ റിവിഷന്റെ ഇമ്പോർട്ടൻസും കൂടെ അവർക്ക് മനസ്സിലാവും. എന്നിട്ട് കുട്ടികളോട് പറയാ, ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്ന പ്രോസസ്സ് എപ്പോഴാണ് നടക്കുന്നത്? നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് നടക്കുന്നത്. അപ്പോ രാത്രി ഉറക്കം അളച്ച് നിങ്ങൾ ഈ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകണമെന്നില്ല. അപ്പോ നിങ്ങൾ നിങ്ങൾ എടുത്ത എഫേർട്ട് ആക്ച്വലി വേസ്റ്റ് ആവാണ് ചെയ്യുന്നത്. അപ്പൊ ഉറങ്ങാതിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഉറക്കം ഇളക്കുന്നത് പഠിക്കുന്ന പ്രായത്തിൽ ഒട്ടും നല്ലതല്ല. ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് വിവരങ്ങൾ എത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പൊ കുറച്ച് പിള്ളേർക്കെങ്കിലും അതിലൊരു ക്യൂരിയോസിറ്റി വന്നിട്ട് അവർ ആ ഒരു അതിന്റെ എസെൻസ് മനസ്സിലാക്കും. ദെൻ റിലേഷൻഷിപ്പുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം തന്നെ പറയാം. ഇപ്പോൾ പാരന്റ്സ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഉറങ്ങാതിരിക്കുന്നതിൽ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നത് ഒരു എന്താ പറയാ, സാമ്പിൾ കുറച്ച് സിറ്റുവേഷൻസ് ആണ്. ഇപ്പൊ ഇതല്ലാതെ ഞാൻ പറഞ്ഞു കൊടുക്കാത്ത അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു വെച്ച ഒരു രണ്ട് കേസസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഏജ് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് അനുസരിച്ച് വേണം അത് പ്രസന്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പ്രോപ്പർ വിവാഹത്തിന്റെ പ്രായമാവാതെ അല്ലെങ്കിൽ പഠിത്തം കംപ്ലീറ്റ് ആവാതെ നിങ്ങൾ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും കുട്ടികളോട് തന്നെ ചോദിക്കാം. അപ്പോൾ അവർ വളരെ രസകരമായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ പറയും. അപ്പൊ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോ നിങ്ങളിപ്പോ ഒളിച്ചോടി പോയി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറായിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ റെഗുലർ ആയിട്ട് ചിലപ്പോൾ ക്ലാസ്സിൽ വരാൻ പറ്റിയെന്ന് വരില്ല. ക്ലാസ്സിൽ വരാൻ പറ്റാതെ വരുമ്പോഴേക്കും നിങ്ങളുടെ എഡ്യൂക്കേഷൻ പ്രോപ്പർ ആവാതെ പോവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എക്സാമ്പിൾസ് പറയാം. ഇപ്പോ എന്താ പറയാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളും നിങ്ങളുടെ പാർട്ണറും മാത്രമേ ഉള്ളൂ, ഫ്രണ്ട്സും ഫാമിലിയും ഒന്നും സപ്പോർട്ട് ചെയ്യാനില്ല എങ്കിൽ നിങ്ങളുടെ ബേസിക് നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഫുഡ് വേണം, വാട്ടർ വേണം, ഷെൽട്ടർ വേണം. അപ്പൊ അതിനൊക്കെ ഒരു പൈസ വേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ആ പൈസക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി എടുക്കാൻ പോകേണ്ടി വരും. ഇപ്പൊ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റില്ല. അപ്പൊ നല്ലൊരു എന്താ പറയാ, പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ജോലി ചെയ്യേണ്ടി വന്നേക്കാം. ഇനിയിപ്പോ പെൺകുട്ടികളാണെങ്കിൽ ഇയർലി ഒരു പ്രഗ്നൻസി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അതെല്ലാം നഷ്ടമാകും. അപ്പോൾ ജോലി ചെയ്ത് ഒരു നല്ലൊരു എന്താ പറയാ, പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ജോലി കിട്ടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് എന്തൊക്കെയാണ് പോസിറ്റീവ് സൈഡ് ഉള്ളത് അതൊക്കെ അവർക്ക് ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ദെൻ 18+ ആയിട്ടുള്ള വീഡിയോ കണ്ടന്റ്സ് കാണുന്ന ആ ഒരു സിനാരിയോ പറഞ്ഞു. അപ്പൊ അത് പ്രസന്റ് ചെയ്യാൻ നേരത്തും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് അവരെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കോണ്ടന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു 18 വയസ്സിന് മുന്നേ അവരുടെ ഒരു ബ്രെയിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പാർട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോ ഈ ഒരു വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോസിലെ വീഡിയോസിലൊക്കെ കാണിക്കുന്നത് റിയൽ ആണോ നോൺ റിയൽ ആണോ, ശരിയാണോ തെറ്റാണോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് ഫോൾസ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അവർ കാണുന്ന വീഡിയോ ആണ് കറക്റ്റ് എന്നൊക്കെ തോന്നും. പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതെല്ലാം ഒരു ബിസിനസ് ആണ്. ഓരോ ബിസിനസ് സെല്ലാവാൻ, അവരുടെ പ്രൊഡക്റ്റ് സെല്ലാവാൻ വേണ്ടിയിട്ട് അവരൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലും ചെയ്യുന്നത്. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ആവും. അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക്
ബാക്കി നിങ്ങളുടെ പഠിത്തം ഡെയിലി ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുക. ബട്ട് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അവർക്ക് മനസ്സിലാവുന്ന ടെർമിനോളജീസ് മാത്രം യൂസ് ചെയ്തിട്ട് വേണം ഇത് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി അവര് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പറയണം, ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്, ഒരു പർട്ടിക്കുലർ പ്രോബ്ലം വന്നപ്പോഴേക്കും അതിന്റെ പ്രോസും കോൺസും, അതായത് പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം നോക്കിയിട്ട് നിങ്ങൾ അതിന് ലോജിക്കലായിട്ട് അതിന്റെ ഒരു ഡിസിഷനിലേക്ക് വന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ അവർക്ക് മനസ്സിലാവും എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്. നിങ്ങൾ ആ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒപ്പം തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായേനെ. ഇപ്പൊ അവർക്ക് മനസ്സിലാവും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു തീരുമാനം എടുക്കലാണ്. ആ തീരുമാനം എങ്ങനെ എടുക്കണം എന്നുള്ളത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ ഫണ്ണായി എൻഗേജിങ് ആയി അറ്റ് ദ സെയിം ടൈം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ കുട്ടികളോട് ഈ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ചെയ്യരുത്, അത് തെറ്റാണ്, അങ്ങനെ ഒറ്റ വാക്കുകളിലൊന്നും പറഞ്ഞു കൊടുക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന കോൺസിക്വൻസും ചെയ്യാതിരുന്നാലുള്ള അവരുടെ ബെനിഫിറ്റ്സും പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. യൂഷ്വലി എല്ലാ ആളുകളും അവർക്ക് നല്ലത് വരുന്നത് മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് നോർമലി എല്ലാവരും സൈക്കോളജി, ഹെൽത്തി ആയിട്ടുള്ള ആളുകളുടെ സൈക്കോളജി. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മിക്കവാറും അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സെഷൻ ഇത് എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടും പാരന്റ്സിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു സെഷൻ ഇങ്ങനെ ഇന്ന് ഹോസ്റ്റ് ചെയ്തത്. ഇനിയും ഒത്തിരി ലൈഫ് സ്കില്ലുകൾ ഉണ്ട്. അപ്പോൾ ഓരോ ലൈഫ് സ്കില്ലും എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ടിപ്സുകൾ അല്ലെങ്കിൽ സാമ്പിൾ സിനാരിയോസ്, കേസ് സ്റ്റഡീസ് ഒക്കെ ഞാൻ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് കുട്ടികളോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ചോദിക്കൽ മാത്രമല്ല, നിങ്ങളിത് റിയൽ ലൈഫിൽ അപ്ലൈ കൂടെ ചെയ്ത് നോക്കണം. ഇപ്പൊ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു മെസ്സേജുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. ആൻഡ് കൂടുതൽ ഇങ്ങനത്തെ സെഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ മെൻഡെക്സിന്റെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഹാൻഡിലുകൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടുതൽ ഇങ്ങനത്തെ സെഷൻസുകളുടെ ഒക്കെ അപ്ഡേറ്റ്സ് കിട്ടും. ആൻഡ് ഓൾസോ നിങ്ങളുടെ സ്കൂളിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇതുപോലത്തെ സെഷൻസ് ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും മെൻഡെക്സിനെ കോൺടാക്ട് ചെയ്യുക. വി ആർ റിയലി ഹാപ്പി ടു ഹെൽപ്പ് യു. ആൻഡ് നമ്മുടെ സെഷൻസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് നമ്മുടെ സെഷൻസ് എല്ലാം വരുന്നത്. വളരെ ഫൺ, എൻഗേജിങ്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ഏതാണോ ഓഡിയൻസ് ആ ഓഡിയൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മുടെ സെഷൻസ് വരുന്നത്. സോ 100% ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സെഷൻസ് ആണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ എന്താ പറയുക, ഈ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ദർ വിൽ ബി എ ഡെഫിനറ്റ് ടേക്ക് അവേ ഫ്രം മെൻഡെക്സ് സെഷൻ. നമ്മുടെ ഏതൊരു സെഷൻ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും, അറ്റ്ലീസ്റ്റ് ഒരു ടേക്ക് അവേ എങ്കിലും ഇല്ലാത്ത ഒരു സെഷൻസും മെൻഡെക്സിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവത്തില്ല. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ട്രെയിനിങ് സെഷൻസ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് പ്ലീസ് ഡു ലെറ്റ് us know your feedback. Thank you so much. Good night.